എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പശുവും പാലാണ് ചേർത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊരു 10 മിനിറ്റിനകം വെച്ച് തന്നെ നന്നായിട്ട് കുറുകാൻ തുടങ്ങും. ഇപ്പോൾ ഇതൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ കുറുകി വരാൻ തുടങ്ങും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ സ്റ്റേജിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ 1-2 ടീസ്പൂൺ നെയ്യ് ഒരു സമയം ചേർത്ത് കൊടുക്കാവൂ. മൊത്തത്തിൽ ഞാനൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 ടീസ്പൂൺ നെയ്യ് ഒരു സമയം വീതം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നല്ലൊരു കട്ടി പോലെ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുഡ് കളർ ശരിക്കും ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യവും. നമുക്കിത് വേണമെങ്കിൽ വൈറ്റ് കളറിൽ തന്നെ ഈ ഹൽവ റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ റവ ഹൽവയുടെ വീഡിയോയിൽ കാണിച്ച കണക്ക് തന്നെ പഞ്ചസാര കരിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് അലിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ അത് പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് വന്നോളും. അപ്പോൾ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് നട്ട്സ് ഒന്ന് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഈ പാനിലൊന്നും ഒട്ടാതെ ഇതൊരു ബോൾ പോലെ ആയി വരണം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു 20 മുതൽ 25 മിനിറ്റിനകം വെച്ച് ഇതെല്ലാം റെഡിയായി വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. എന്നിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈവനായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. നമ്മൾ വായിലിട്ട് അങ്ങനെ തന്നെ അലിഞ്ഞു പോകുന്നൊരു ഹൽവയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്